ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. ഇതിനകത്തിപ്പം ചിക്കൻ ഫില്ലിംഗ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ്ങോ അല്ലെങ്കിൽ എഗ്ഗ് ഫില്ലിങ്ങോ എന്ത് വേണമെങ്കിലും വെക്കാം. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴേ അറിയാം നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുക. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം മാറ്റിയതിന് ശേഷമാണ് 200 ഗ്രാം. ഇത് എത്രയും ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുകയാണ് നല്ലത്. ഇനി അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പം ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കൻ ആയതുകൊണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പം ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം കുറേശ്ശെയായിട്ട് ഇറങ്ങി വരും. ഇപ്പം ഇവിടെ വെള്ളം നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് വെന്തോളും. അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഞാനിതിവിടെ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്കിതിൻ്റെ കവറിങ്ങിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം. പക്ഷേ മൈദപ്പൊടിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടിരിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് മിസ്സാകരുത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതിനുശേഷം ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നോർമലി ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പം മൈദപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു അളവിൽ 12 സ്നാക്കായിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവും കൂട്ടിയെടുക്കുക. ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കുഴക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമ്മൾക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഫില്ലിങ്ങിനകത്തോട്ട് കുറച്ചും കൂടെ സാധനങ്ങൾ നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പം ചിക്കനെല്ലാം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഞാനിതിവിടെ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് വേവിക്കാത്ത ക്യാരറ്റാണ്. ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ചെറിയ ചെറിയ പീസായിട്ട് വേണം അരിയാനായിട്ട്. 1/2 കപ്പ് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഫൈനായിട്ട് വേണം അരിയാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ചീസാണ്. മോസറല്ല ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി പിസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ചീസ്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതായത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചതിപ്പം കുറച്ച് സമയമായിട്ടുണ്ട്. അതൊന്ന് പരത്തിയെടുക്കണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ മാവ് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ട് ഞാനൊന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പകുതി എടുത്തിട്ടാണ് ആദ്യം പരത്തിയെടുക്കുന്നത്. വലിയൊരു ചപ്പാത്തി പോലെയോ അല്ലെങ്കിൽ വലിയൊരു റൗണ്ട് ഷേപ്പിലോ പരത്തിയെടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് പരത്തുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിത് എല്ലാം പരത്തി കഴിഞ്ഞിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അതാണ് യൂസ് ചെയ്യാറ്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വെറും വെള്ളത്തിൽ തന്നെ ഇത് നല്ലപോലെ ഒട്ടിക്കോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നല്ലപോലെ വലുതായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കേണ്ട കാര്യമില്ല. നോർമലി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. എത്രയും വലുതാക്കാൻ പറ്റുമോ അത്രയും വലുതായിട്ട് പരത്തിയെടുക്കുക. ഞാനിതോടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്നായിട്ട് ചെറിയ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇപ്പം ഞാനിതിവിടെ വലുതായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പ്ലേറ്റോ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 3 എണ്ണമാണ് എനിക്കിതിവിടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ആദ്യം ഈ 3 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ഈ ബാക്കിയുള്ള മാവും കൂടെ വീണ്ടും ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കുക. ഇതേപോലെ തന്നെ വീണ്ടും ചെയ്യുക ബാക്കിയുള്ള മാവെല്ലാം കൂടെ. ഇപ്പം 3 എണ്ണമാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്.
ഇനി അതിലൊരെണ്ണമാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. എല്ലാം ഇതേപോലെ വേണം ചെയ്യാനായിട്ട്. ആദ്യമേ തന്നെ നമ്മൾ സർക്കിളായിട്ട് കട്ട് ചെയ്തതിൻ്റെ 2 സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന പോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ ഫില്ലിംഗ് വെക്കുന്നത്. ആ ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ 3 സൈഡിലും വെള്ളമാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ടിത് നേരെ അപ്പുറത്തോട്ട് മടക്കി കൊടുക്കുക. അതായത് നമ്മൾ വെച്ച ഫില്ലിങ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം വരാനായിട്ട്. എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നല്ലപോലെ. എന്നിട്ടിനി 2 സൈഡിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 5 6 എണ്ണമായിട്ട് കട്ട് ചെയ്യാം. വേണമെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ 6 എണ്ണം വരുന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് മടക്കിയിട്ട് വെക്കുന്ന സ്ഥലത്തും കൂടെ വെള്ളം തേച്ച് കൊടുക്കുക. അതായത് ഇത് നല്ലപോലെ സീലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് ഈ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡിലും മാറി മാറി ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമ്പോൾ അതിൻ്റെ ടെക്നിക്ക് ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഒരുപാട് സമയം എടുക്കത്തില്ല. ആർക്ക് വേണമെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാനും പറ്റും. മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഗോതമ്പ് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, മൈദപ്പൊടിയാണ് ഇതിന് നല്ലത് ചെയ്യാനായിട്ട്. എല്ലാ സൈഡും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാ സൈഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കുക. എവിടെയെങ്കിലും സൈഡിൽ വിള്ളലോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അവിടെ വെള്ളം വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എവിടെയും വിള്ളലോ ഒന്നും വരത്തില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. 2 കപ്പ് മൈദപ്പൊടി കൊണ്ട് 12 എണ്ണമാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവ് കൂട്ടിയെടുക്കാം. ഇത് പരത്തി തീരാറായപ്പോഴത്തേക്കും ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണിത് പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇത് നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഇട്ട് കൊടുത്തത്. ഇതിന് ശേഷം ഞാൻ 2 എണ്ണമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 എണ്ണമായിട്ട് ഇട്ട് കൊടുത്തപ്പോഴും കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിരിച്ച് മറിച്ച് വിട്ട് ഏതാണ്ട് ഇപ്പം എടുക്കാറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമ്മൾക്കിത് പുറത്തെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകോ അല്ലെങ്കിൽ നമ്മൾ ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്ത് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുത്തത് നോർമൽ എരിവായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇത് ഇതേപോലെ നീളത്തിൽ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം, ചുരുട്ടാതെ. പക്ഷേ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നതിനേക്കാളും ഭംഗി മറ്റേ പോലെ ചെയ്യുന്നതാണ്. അതായത് ചുരുട്ടിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുക. ഞാനിവിടെ 2 രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനി നമ്മൾക്ക് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടാണ് പുറം ഭാഗം ഇരിക്കുന്നത്. ഉള്ളിൽ നമ്മൾ ചീസൊക്കെ വെച്ച കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്